ലൈവില് സാബു ചേട്ടൻ എല്ലാവരെയും അടപടലം നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാബു, ബിന്നി, അങ്ങനെ ഓരോരുത്തരും 1 by 1 ആയിട്ട് ഇങ്ങനെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ സാബുമാനെയാണ് കേട്ടോ ചേട്ടൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് രാവിലെ സാബു ചേട്ടൻ അവിടെ ഇരിക്കുകയാണ്. കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സാബുമാൻ വരുന്നത്. സാബുമാനെ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ ചോദിച്ചു, അതെ, ഇതിലേ കൂടി പോയ ബാത്റൂം, ഇതിലേ കൂടി പോയ ഗാർഡൻ ഏരിയയിലേക്ക് എത്തും, അതിൽ വേറെ വഴിയുണ്ട്. അങ്ങനെ വീടിൻ്റെ ഓരോ മൂലയിൽ എന്തൊക്കെയാണെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ സാബുമാൻ പറയാണ്, എനിക്കറിയാലോ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട്. അപ്പോൾ ചേട്ടൻ ചോദിക്കണം, ആണോ, അയ്യോണ്ട് കണ്ടില്ലല്ലോ. കാര്യങ്ങൾ അപ്പം മനസ്സിലായില്ലെങ്കിലും അത് എനിക്കിവിടെ എല്ലാം അറിയാം എന്ന് ആദ്യം പറഞ്ഞു. പിന്നീടാണ് സാബു ഒന്ന് ആലോചിച്ചത്, എന്നിട്ടൊന്ന് ആക്കിയതാണോ. ചുറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, പ്രത്യേകിച്ച് അക്ബറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ആര്യനും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവർ രണ്ടാളും ചിരിക്കാൻ തുടങ്ങി കേട്ടോ. ഒരല്പം വൈകിയാണെങ്കിലും സാബുമാനും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സംവിധാനം ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന് സാബു ചേട്ടൻ പറയുമ്പോൾ സാബുമാൻ പറയാണ്, ഓ അങ്ങനെയാണോ, എനിക്കിതൊന്നും പറഞ്ഞു തരണ്ട, എനിക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പോയി. പിന്നെ ബിന്നിയോട് ചോദിക്കാണ്, MBBS ഫുൾ ഫോം അറിയോ? അപ്പോൾ ബിന്നി ബിന്നി MBBS കഴിഞ്ഞ ആളാണ് കേട്ടോ, ചൈനയിൽ പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ ബിന്നി ആക്ടിങ് ഫീൽഡിലേക്ക് വന്നത് വളരെ നന്നായി. ഇനിയും ഒരുപാട് ഓഫേഴ്സ് കിട്ടട്ടെ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേഫ് ഒരുപക്ഷെ ബിന്നി ആക്ടിങ് ഫീൽഡിലേക്ക് നിൽക്കുന്നത് തന്നെ ആയിരിക്കും. MBBS ഫുൾ ഫോം പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാ. ബാച്ചിലർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് സർജറി എന്ന് തൊട്ടടുത്ത് നിന്നിട്ട് ആരും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് ബിന്നി പറയുന്നത്, ഓ എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല, പിന്നെയാണോ MBBS കാര്യം എന്നൊക്കെ, മെഡിസിൻ്റെ കാര്യം എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. ബിന്നി പുറത്തിറങ്ങിയിട്ട് ലാക്റ്റിൻ ടെർമിനോളജി ഒന്ന് പോയി പഠിക്കട്ടോ എന്ന്. എന്തായാലും ബിന്നിയെ പൊരിച്ചുകൊണ്ടാണ് സാബു ചേട്ടൻ എത്തിയിരിക്കുന്നത്. തുടക്കം തന്നെ 2 പേരെ പൊരിച്ചിട്ടുണ്ട്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ആഴ്ച പുറത്ത് പോവുക, ബിന്നി അല്ലെങ്കിൽ സാബുമാൻ. പക്ഷെ ബിന്നിക്ക് ചെറുതായിട്ട് കാര്യം മനസ്സിലായിട്ടോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എൻ്റെ മെഡിസിൻ നോളജ് പുറത്തൊരു ചർച്ചയായിട്ടുണ്ടെന്നുള്ളത് ബിന്നിക്ക് മനസ്സിലായിട്ടുണ്ട്. ആള് പിന്നീട് പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ കിച്ചണിൽ പോയിട്ട് ദോശ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ സാബു ചേട്ടൻ ഓരോരുത്തരെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനായിട്ട് അങ്ങോട്ട് പോയി പൊരിക്കുന്നില്ല, ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. കുത്താൻ പറ്റാണ്ട് നിന്നിട്ടുള്ളത് അനീഷിനെ മാത്രമാണ് കേട്ടോ. അനീഷ് തിരിച്ചു കൊടുക്കാണ്ട് ചേട്ടൻ അനീഷിൻ്റെ അധികം ഒന്നും പോകുന്നില്ല. അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനെയും മാനസികമായി തകർക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് സാബു ചേട്ടനെ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുള്ളത് കേട്ടോ. ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസും ഒരിക്കലും ഈ ഒരു മൈൻഡ് ഗെയിമിൽ വീഴാതിരിക്കട്ടെ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.